ഹായ് ഗുഡ് മോർണിംഗ്. ഞാൻ ആഷിഖ് കമാൽ. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? നമ്മുടെ സമൂഹത്തിലെ ക്യാഷ് ഉള്ളവൻ ഒരു കാറ്റഗറി, ക്യാഷ് ഇല്ലാത്തവൻ ഒരു കാറ്റഗറി. ക്യാഷ് ഉള്ളവന് എന്ത് വേണമെങ്കിലും ചെയ്യാം, കൈയടിച്ച് നമ്മൾ പ്രോത്സാഹിപ്പിക്കും. ക്യാഷ് ഇല്ലാത്തവൻ എന്ത് ചെയ്താലും അതിനെ നിരുത്സാഹപ്പെടുത്തി കുറ്റം കണ്ടെത്തി വീക്ഷിക്കുന്ന ഒരു ഓഡിയൻസ് ആണ് നമ്മുടെ മുമ്പിൽ ഉള്ളത്. കറക്റ്റ് അല്ലേ ഞാൻ പറയുന്നത്? കുറെ എക്സാമ്പിൾസ് നമുക്കുണ്ട്. പണ്ടും അങ്ങനെയൊക്കെ തന്നെയാണ്. പൈസ ഉള്ളവനക്ക് ഒരു കുറെ ഭയങ്കര വാല്യൂ കൊടുക്കും, പൈസ ഇല്ലാത്തവന് ഒരു വാല്യൂം കൊടുക്കില്ല. അവൻ പറയുന്നതിനൊന്നും ഒരു വിലയും കൊടുക്കാത്ത ഒരു കാലഘട്ടം തന്നെയാണ് ആദ്യം. എന്റെ ജന്മം, ഞാനിപ്പോ 49 വയസ്സിന്റെ അടുത്തേക്ക് എത്തി നിൽക്കുന്ന ആളാണ്. അപ്പൊ എനിക്കറിയാം എന്റെ ഈ ഒരു 49 കൊല്ലത്തിനുള്ളിൽ ഞാൻ കണ്ടുള്ള കുറെ കാര്യങ്ങൾ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഓഡിയൻസ് വിലയിരുത്തുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയേണ്ടത്. നമ്മുടെ പേളിമാണി, പ്രിയപ്പെട്ട പേളിമാണി അതുപോലെ തന്നെ അവരെ ഫാമിലി ഒക്കെ എന്തേലും കാര്യങ്ങളൊക്കെ വന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലത്തെ ഒരു അംഗം പോലെ തോന്നുക. എനിക്ക് പേളിമാണിയുടെ വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്ത് ഞാൻ ചിന്തിക്കാറുണ്ട്, എൻ്റെ അപ്പുറത്തെ റൂമിൽ ഇരുന്നിട്ടാ സംസാരിക്കണമെന്ന്. അത്രയും ഇതാണ് ആ മക്കളോടും, ആളുടെ ഹസ്ബൻഡ്, പിന്നെ ആൾ തന്നെ അവരുടെ ഫാമിലി, ഹസ്ബൻഡിന്റെ ഫാമിലി, ആളുടെ ഫാമിലി ഒക്കെ നമുക്ക് കാണാപ്പാട് അവരുടെ പേരുകളും കാര്യങ്ങളും മക്കളുടെ പേരുകളും ഒക്കെ വളരെ വാത്സല്യത്തോടു കൂടി നമ്മളെ കുടുംബത്തിലെ മക്കളെ പോലൊക്കെയാണ് നമ്മൾ അവരെ കാണുന്നത്. വളരെ ഉത്സാഹം. ഇപ്പൊ ലാസ്റ്റ് ഞാൻ പറഞ്ഞു വന്നത്, ലാസ്റ്റ് ഇപ്പൊ കുറച്ച് ദിവസം മുമ്പ് പേളിമാരുടെ 2 മക്കളുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, പാട്ട് പാടുന്നത്. അതില് ഉണ്ണി വാവാവോ എന്നുള്ള ഒരു പാട്ടിനെ കുറിച്ച് പാടാൻ വേണ്ടി പേളിമാണി വളരെ മനോഹരമായിട്ട് പറയുന്നു. മോൾ അത് വളരെ രസകരമായിട്ട് കുണ്ടി വാവാവോ എന്നുള്ള രൂപത്തില്, അപ്പൊ മറ്റേ ചെറിയ മോള് അപ്പി വാവാവോ എന്നൊക്കെ പറയുന്നുണ്ടായി. എല്ലാവരും എൻജോയ് ചെയ്തു. കമന്റിലും ഒക്കെ പേളിമാണി മക്കളെ വളർത്തുന്നത് വളരെ സാധാരണയായിട്ടാണ് മക്കളെ പോലും വളർത്തുന്നത്. ഇതിനൊന്നും അവർക്കൊരു മറയുമില്ല. അവള് ഇതിനൊക്കെ തിരുത്തേണ്ട സമയങ്ങളിൽ പേളിമാണി അതിനൊക്കെ തന്നെ തിരുത്തും എന്നുള്ളതാണ്. അവരത്രയും പവർഫുൾ ആണ്. അവരൊക്കെ കുറെ വാക്കുകളൊക്കെ കേട്ടിട്ടൊക്കെ ഭയങ്കര ഇൻസ്പയർ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി കൂടെയാണ് ഞാൻ. അപ്പൊ അവരെ മക്കളുടെ ആ ഒരു സംഭവം പോലും അവർ ഭയങ്കര സംഭവങ്ങൾ മാത്രം പ്രസന്റ് ചെയ്യുക, ബാക്കിയുള്ള പ്രസന്റ് ചെയ്യില്ല എന്നൊരു കാറ്റഗറി ഒന്നല്ല പേളിമാണിക്കുള്ള. അതേപോലെ തന്നെയാണ്. പക്ഷെ എല്ലാവരും അതിനെ കൈയോടിച്ച് പ്രോത്സാഹിപ്പിക്കുക എല്ലാം ചെയ്തിട്ടുണ്ടായി, ഈവൻ ഞാനടക്കം. പക്ഷേ ഇതിനു മുമ്പ് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ഒരു കൊച്ച്, ഒരു സാധാരണ ഫാമിലിയിലുള്ള ഒരു കൊച്ച് എന്നോട് മീൻ വേണോ എന്ന് വെച്ചാൽ, മീനിന്റെ കുണ്ടി ഭാഗം എനിക്ക് വേണം എന്ന് പറഞ്ഞു. പക്ഷെ ആ കുട്ടി ഉദ്ദേശിച്ചത് വാൽഭാഗമാണ്. പക്ഷെ അതിന്റെ അടിയിൽ വന്ന കമന്റുകൾ കണ്ടോക്കണം. കുട്ടിയെ ചൊവ്വിന് വളർത്തുന്നില്ല, കുട്ടിയെ ശ്രദ്ധിക്കുന്നില്ല, വളരെ ഇപ്പൊ തന്നെ കൾച്ചർ ഇല്ലാണ്ടാണ് വളർത്തുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് കമന്റ്സ് നമ്മൾ കാണുന്നുണ്ടായി. പക്ഷെ ഇവിടെ എന്താണ് വ്യത്യാസം? ഈ കുട്ടിയും ആ കുട്ടിയൊക്കെ ഒരേപോലൊക്കെ തന്നെയാണ്. ഈ പേരൻസിന്റെ പോലെ തന്നെയാണ് അവരുടെ പേരൻസും ഉള്ളത്. അതിനൊരു കാറ്റഗറി, അതായത് സെലിബ്രിറ്റി അല്ലെങ്കിൽ ക്യാഷ് തരംതിരിവ് എന്നുള്ള ഒരു സംഭവമാണ് അവിടെ കാണിച്ചത്. സത്യത്തിൽ ഈ മക്കൾ ഈ പറയുന്ന പ്രായത്തിൽ ഇതൊക്കെ പറയണം. അവരെ തിരുത്തേണ്ട പ്രായത്തിൽ എല്ലാ പേരൻസിനും അറിയാം ഇവരെങ്ങനെയാണ് തിരുത്തേണ്ടത്. ഞാനും വളർത്തിയിട്ടുണ്ട് 3 മക്കളെ. അവരും ഇതേ സമയത്ത് ഇതേ പ്രായത്തിലെ കുറെ കുറുമ്പും ഇതേപോലത്തെ വർത്താനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവര് വലുതാവുമ്പോൾ അവരെ തിരുത്തേണ്ട സമയത്ത് നമ്മൾ തിരുത്തുക എന്നുള്ളതാണ് വേണ്ടത്. ഇതിനെ മനുഷ്യനെ 2ആയി തരംതിരിക്കാതെ എല്ലാ മനുഷ്യരും ഒന്നാണ്. പ്രത്യേകിച്ച് മക്കൾ, ചെറിയ കുട്ടികൾ എന്തെങ്കിലും ചെയ്താൽ നേരെ പേരൻസിന്റെ അടുത്തേക്കല്ല പോവുക. കുട്ടികൾ ചെയ്യുന്ന സമയത്ത് ചെയ്യട്ടെ, അവരെ ഫ്രീ ആയിട്ട് വിട്, അവരെ തിരുത്തേണ്ട സമയത്ത് തിരുത്തു. അതല്ലേ കറക്റ്റ്? അപ്പോ ഈ സോഷ്യൽ മീഡിയയിൽ വരുമ്പോഴുള്ള കമന്റ്സിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് കേട്ടാ. എനിക്ക് എല്ലാ ഫാമിലി, എല്ലാ ആൾക്കാരും ഒരേപോലെ തന്നെ പറഞ്ഞു, പ്രത്യേകിച്ച് മക്കളെ എല്ലാവരെയും ഒരേ കാറ്റഗറിയിൽ തന്നെ കാണുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു തരംതിരിവില്ലാതെ എല്ലാവരെയും ഒറ്റ കണ്ണുകളോടെ കാണാൻ ശ്രമിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ. ഇനി നിങ്ങളും അങ്ങനെയൊക്കെ ചെയ്യും. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് ആരെയും നിഷേധിക്കാനോ വിമർശിക്കാനോ അല്ല. പക്ഷെ കണ്ടപ്പോൾ, തരംതിരിവ് കണ്ടപ്പോൾ അതിന് ഒന്ന് പറയണം എന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.